ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഡ്ഡലിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതും നമ്മൾ മാവൊക്കെ ഉണ്ടാക്കിയിട്ട് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാതെ അപ്പം തന്നെ ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇത് നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പച്ചരി കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലാതെ ഇഡ്ഡലി റൈസോ ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഉഴുന്നൊക്കെ നമ്മൾ കുറച്ചാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. സാധാരണ രീതിയിൽ രാത്രിയാണ് മാവ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കൽ. അപ്പോൾ നമ്മൾ അതിനൊക്കെ അരിയൊക്കെ വെള്ളത്തിലിട്ട് അരച്ച് വെക്കാനൊക്കെ മറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. രാത്രി അരി വെള്ളത്തിലിട്ടിട്ട് രാവിലെ അരച്ചിട്ട് ഒരു 30 അല്ലെങ്കിൽ 40 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മാത്രം മതി. ഇതുപോലെ നല്ല പൊങ്ങി വരുന്ന അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടും കേട്ടോ. നല്ല പതഞ്ഞ് പൊങ്ങിയിട്ടുള്ള ഒരു മാവ് കിട്ടും. അതിലേക്കുള്ള കറികളൊക്കെ തയ്യാറാക്കുമ്പോഴത്തേനും മാവ് അവിടെ റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾ കാണേണ്ട ഒരു വീഡിയോ തന്നെ കേട്ടോ. തീർച്ചയായും സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇഡ്ഡലി തയ്യാറാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നത്. റേഷൻ കടയിൽ നിന്ന് കിട്ടിയ സാദാ പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് 2 കപ്പിൻ്റെ ആവശ്യമില്ലെങ്കിൽ 1 കപ്പ് എടുത്താൽ മതി. പിന്നീടുള്ള അളവുകൾ അതിനനുസരിച്ച് എടുക്കുക. കപ്പില്ലെങ്കിൽ ഗ്ലാസ് ആണെങ്കിലും കുഴപ്പമില്ല. ഇനി ഈ ഒരു കപ്പിന് തന്നെ 1/2 കപ്പ് ഉഴുന്നാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ 2 കപ്പ് പച്ചരിയാണെങ്കിൽ 1 കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുക്കലുണ്ട്. ഇതിൽ ഞാൻ 1/2 കപ്പ് ഉഴുന്ന് മാത്രം കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. നമ്മൾ കൂടുതൽ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാത്തതുകൊണ്ട് തന്നെ 1/2 ടീസ്പൂൺ മാത്രം ഉലുവ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ആ ഉലുവയുടെ ഒരു ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുക. ഇനി നല്ലപോലെ കഴുകിയെടുത്ത് വരണിട്ട് ഒരു 5-6 പ്രാവശ്യം കഴുകിയെടുക്കണം. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി ആയതുകൊണ്ട് നല്ല അഴുക്കുണ്ടാകും. അതുകൊണ്ട് നല്ലപോലെ കഴുകിയെടുക്കുക. ഇപ്പോൾ അതാ ഞാനൊരു 5-6 പ്രാവശ്യം കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് ചോറാണ് കേട്ടോ എടുക്കുന്നത്. അതായത് അരി എടുത്ത അതേ കപ്പിന് 1/4 കപ്പ് ചോറ്. ഏത് അരിയുടെ ചോറാണെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈസ്റ്റാണ് കേട്ടോ. ഈസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ടീസ്പൂണിനാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടുതലായി ചേർത്ത് കൊടുക്കരുത്. പിന്നെ പെട്ടെന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നതുകൊണ്ട് തന്നെ ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഇനി ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കുമ്പോൾ പഞ്ചസാര ചേർക്കലില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഇത് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. നമ്മൾ ഈസ്റ്റും പഞ്ചസാരയും ചോറൊക്കെ ചേർത്താണല്ലോ, അതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. നമ്മൾ തലേ ദിവസം മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ രാവിലെ ചുട്ടെടുക്കുമല്ലോ, ആ ഒരു ഇഡ്ഡലിൻ്റെ അതേപോലെ തന്നെ കേട്ടോ നമ്മൾ ഈ രീതിയിൽ തയ്യാറാക്കിയാലും കിട്ടുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 2.5 കപ്പിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. കൂടുതലായിട്ടൊന്നും ഒഴിച്ച് കൊടുക്കണ്ട. നല്ല കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ആ വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഈ ഒരു വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ പിന്നെ അരച്ചെടുക്കുന്നത്. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് രാവിലെ എടുത്തിട്ട് അരച്ചെടുക്കാം. ഇത് ഞാൻ പുറത്ത് തന്നെയാണ് കേട്ടോ വെക്കുന്നത്, ഫ്രിഡ്ജിലൊന്നുമല്ല വെക്കുന്നത്. ഇനിയിപ്പോൾ ഇത് രാവിലെയൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ രാത്രി ചെയ്തെടുക്കുന്നത്. ഇനി പകലാണെങ്കിൽ ഒരു 4 മണിക്കൂർ നേരം മാത്രം കുതിരാൻ വെച്ചാൽ മതി. ഇപ്പോൾ അത് നമ്മൾ രാത്രിയാണ് കുതിരാനായൊക്കെ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇതിൽ പാകത്തിന് വെള്ളം തന്നെ ഉള്ളൂ കേട്ടോ. അരിയൊക്കെ കുതിർന്ന് വന്നപ്പോൾ കൂടുതലായിട്ട് വെള്ളമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഞാനിത് 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. 2 കപ്പ് അരി 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഒന്നിച്ച് അരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു വെള്ളത്തിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് മാവ് പൊങ്ങി വരും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു പുളി ഉണ്ടാകും. നമ്മൾ ഇഡ്ഡലി മാവിന് ചെറിയൊരു പുളി ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് ഇതേ വെള്ളത്തിൽ നമ്മൾ അരച്ചെടുത്താൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു സാധാരണ രീതിക്കൊന്ന് അരച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതാ നമുക്ക് ആദ്യത്തെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാനിതാ ഇവിടെ 2 തവണ മാവ് അരച്ചിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ കൈ കൊണ്ട് മിക്സാക്കി എടുക്കുക കേട്ടോ. കൈയൊക്കെ നല്ലപോലെ വൃത്തിയാക്കി വന്നിട്ട് കൈ കൊണ്ട് മിക്സാക്കി എടുക്കണം. നമ്മളെപ്പോഴും ഇഡ്ഡലിക്കൊക്കെ മാവ് തയ്യാറാക്കുമ്പോൾ കൈ വെച്ചിട്ട് തന്നെ മിക്സാക്കി എടുക്കണം കേട്ടോ. ഒരു 2-3 മിനിറ്റ് നേരം ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കണം. അപ്പോഴേ മാവ് നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നല്ല പൊങ്ങി വരാൻ സഹായിക്കും. നല്ലപോലെ മിക്സാക്കിയതിൻ്റെ ശേഷം മിനിമം ഒരു 30 മിനിറ്റെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കൂടുതലായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയും ചെയ്യരുത്. അപ്പോൾ നല്ലപോലെ പുളിച്ച് പോവും. കൂടിപ്പോയ 1 മണിക്കൂർ നേരം മാത്രം. അപ്പോഴേക്കും തന്നെ നല്ലപോലെ പൊങ്ങി വരും ഈ ഒരു മാവ്. അപ്പം നമ്മൾ രാവിലെ നേരത്തെ തന്നെ ഇത് അരച്ച് വെക്കുക. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതായത് ഇതൊക്കെയുള്ള കറിയും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി എടുക്കുക കേട്ടോ. അപ്പോഴേക്കും മാവ് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെക്കാം.
ഇപ്പോൾ എല്ലായിടത്തും കൂടുതൽ തണുപ്പായതുകൊണ്ട് തന്നെ ഈ ഒരു മാവ് പൊങ്ങി വരാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇറക്കി വെക്കാം. ഇത് നമ്മൾ അപ്പത്തിനാണെങ്കിലും ഇഡ്ഡലിക്കാണെങ്കിലും ഒക്കെ മാവ് പൊങ്ങി വരാൻ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. പെട്ടെന്ന് പൊങ്ങി കിട്ടും. അപ്പോൾ ഇതറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പെട്ടെന്ന് പൊങ്ങി വരും. ഞാനിവിടെ ഒരു 40 മിനിറ്റോളം ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും തന്നെ മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കൂടുതലായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മാവൊക്കെ പൊങ്ങി പുറത്തേക്ക് പോകും. അപ്പോൾ പെട്ടെന്ന് മാവ് പൊങ്ങി വന്നതിന് നമ്മൾ ഈ ഒരു ചൂടുവെള്ളത്തിലൊക്കെ ഇറക്കി വെച്ചുകൊണ്ടാണ്. ഇപ്പോൾ തുറന്ന് കാണിച്ചു തരാം. നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാവ് ഒഴിച്ച് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഹാഫ് ഭാഗം മാത്രമായിട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ മുഴുവനായിട്ടും പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റും കൂടെ നമ്മൾ വെക്കുകയാണെങ്കിൽ പുറത്തേക്ക് പോയിട്ടുണ്ടാകും കേട്ടോ. അതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇപ്പോൾ. ഇനി മാവ് ഇളക്കി കാണിച്ചു തരാം. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു മാവ്. ഇനി ഈ ഒരു തവി വെച്ചിട്ട് ഇത് കൂടുതലായിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തുക്കണം. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതി. ഈ ഒരു തവി വെച്ചിട്ട് നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല പോലെ പൊങ്ങി വന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. പിന്നെ അതുപോലെ തന്നെ കൂടുതലായിട്ട് ലൂസൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇഡ്ഡലിക്ക് സാധാരണ തയ്യാറാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ്. കുറച്ച് കട്ടി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ. കൂടുതലായിട്ട് നമ്മൾ മാവ് നല്ലപോലെ കട്ടിയാണെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കി വരുമ്പോൾ ഹാർഡായി പോവും. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ആക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഞാൻ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ഈ ഒരു തട്ടും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം. നിറച്ച് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പകുതിയോളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ഇഡ്ഡലി ഒഴിക്കുന്ന ആ ഒരു തട്ട് നല്ലപോലെ ചൂടാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇഡ്ഡലി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 2 തട്ടും വെച്ചിട്ട് ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഹൈ ഫ്ലെയിമിൽ ഇതൊരു 7 മിനിറ്റ് വേവിച്ചെടുക്കുക കേട്ടോ. കൂടുതലായിട്ട് വേവിച്ചെടുക്കരുത്. ഒരു 7 മിനിറ്റ് മാത്രം വെക്കുക. കൂടുതലായിട്ട് വേവിച്ചെടുത്താലും ഇഡ്ഡലി ഹാർഡായി പോകും. പിന്നെ നമുക്ക് ഈ ഒരു മാവ് കൊണ്ട് ദോശയും തയ്യാറാക്കി എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ദോശയും നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതാ മാവൊക്കെ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് 7 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ മാവ് ഒഴിച്ച് വെച്ചിട്ട് ഏകദേശം 7 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി തുറന്ന് നോക്കാം. ഇഡ്ഡലിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തട്ട് ഇതിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. ഇനി ഇഡ്ഡലി ഇതിന്ന് പെട്ടെന്ന് എടുത്ത് മാറ്റരുത്. നല്ലപോലെ തണുത്തതിൻ്റെ ശേഷം മാറ്റുക. അത് നമ്മൾ ഏത് ഇഡ്ഡലി ആണെങ്കിലും നമ്മൾ മാവ് റെസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിലും അപ്പം ചുട്ടെടുക്കുന്നതൊക്കെ ആണെങ്കിലും നല്ലപോലെ തണുത്തതിൻ്റെ ശേഷം എടുത്ത് മാറ്റിയാൽ മതി. ഇനി ഞാൻ കുറച്ച് പച്ചവെള്ളം തെളിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല തണുത്തതിന് ശേഷം നമ്മൾ ഇതിന്ന് ഇഡ്ഡലി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വിട്ട് കിട്ടും കേട്ടോ. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ ഒരു പുറകുവശം കൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് വിട്ട് കിട്ടും. പിന്നെ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് വിട്ട് കിട്ടും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ മാവ് നല്ലപോലെ പൊങ്ങി വന്നാൽ മാത്രമേ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടുള്ളൂ. പലർക്കും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഹാർഡായി പോകുക എന്നുള്ളൊരു പരാതിയൊക്കെ ഉണ്ടാകും. അപ്പോൾ അവരൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണല്ലോ. അപ്പോൾ ഇഡ്ഡലിയൊക്കെ നല്ല തണുത്തിട്ട് നമ്മൾ ഇതിന്ന് റിമൂവ് ചെയ്തുകൊണ്ടാണ് പെട്ടെന്ന് കിട്ടുകയും ചെയ്തിരിക്കണത്. പിന്നെ അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ആ സൈഡ് വശമൊക്കെ അങ്ങനെ പൊട്ടിപ്പോവും. അപ്പോൾ ഇതുപോലെ ഇഡ്ഡലി തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നല്ല വെള്ള കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചില ഇഡ്ഡലിയാണ് കളറ് മാറിയിട്ടുണ്ടാവും. ഇത് നല്ല വെള്ള കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്. സാധാരണ ഇഡ്ഡലിനേക്കാളും സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക.